ഹലോ ഫ്രണ്ട്സ്, പൊന്നൂസ് രുചിക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഒരു കോഴിയും കൊണ്ട് ഒരു സ്പെഷ്യൽ മന്തി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കോഴി അത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. കോഴി പീസാക്കല്, കോഴി ഇങ്ങനെ തന്നെ എടുക്കുക. ഇതാ നല്ലപോലെ ഒന്ന് തേച്ച് കഴുകി റെഡിയാക്കി എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് എല്ലാ അഴുക്ക് ക്ലീൻ ചെയ്യണം. അകത്ത് അഴുക്ക് മൊത്തം എടുത്ത് ചോരയും അതിൻ്റെ അകത്ത് എല്ലാം എടുത്ത് നമ്മൾ വൃത്തിയായിട്ട് കൈയിട്ട് കഴുകണം. ഓക്കെ, ഇപ്പം 2-3 വെള്ളം നമ്മൾ കഴുകി ഇനി ഒന്നുകൂടെ കഴുകണം. കാറ്റുണ്ട്, കാറ്റുള്ളതുകൊണ്ട് നല്ല കാറ്റുണ്ട്. ഓക്കെ, നമ്മൾ ചട്ടി അടുപ്പ് വെച്ചു. നമ്മൾ ഇതിൻ്റെ അകത്ത് നല്ല പൊടിയായിട്ട് അരിഞ്ഞ സവാള അത് ഇതിൻ്റെ അകത്ത് ഇടുക. ഇത് പുഴുങ്ങി എടുത്ത് തൊമരപ്പരിപ്പ് പുഴുങ്ങിയെടുക്കും. ചെറിയ നല്ല ഒന്ന് വാട്ടിയെടുക്കുക. ഇതിൻ്റെ അകത്ത് ഇതിനകത്ത് നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഗ്രാമ്പു, പട്ട, ഏലക്ക പൊടിച്ച് ഒരു നുള്ളി ഇടുക. എന്നിട്ട് നല്ല ഒന്ന് വാടിക്കിട്ടണം. നല്ലപോലെ ഒന്ന് വാടണം. ഉള്ളി വാടാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. നല്ല ഒന്ന് വാടിക്കിട്ടി കഴിയുമ്പോൾ ഇതൊരു റോസ്റ്റ് പോലെ ആയിട്ട് നമ്മളിത് എടുക്കും. തൊമരയും ഉള്ളിയും ഇട്ടിട്ട് അതിനകത്ത് ശകലം ഉപ്പും ഗ്രാമ്പു, ഏലക്ക, പട്ട ഇത്രയും പൊടിച്ച് ഇത് പൊടിച്ച് ശകലം ഇട്ടു. ഉള്ളിയൊക്കെ ഒന്ന് വാടിയപ്പോൾ നല്ല മണമാണ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സാധനം. ഇതിനെ നമ്മളൊന്ന് തണുത്തിട്ട് കോരി റെഡിയായി. അതെല്ലാം റെഡിയായി. തൊമര പുഴുങ്ങി വെച്ചിരുന്ന തൊമരയാണ്. ഞാൻ തൊമര ഒന്ന് പുഴുങ്ങി എടുത്ത് വെച്ചേക്ക് വരും. ഇപ്പം നല്ല റെഡിയായി. ഒരു പ്രത്യേക നല്ല മണമാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ തീയൊക്കെ എടുത്താം. തണുക്കട്ടെ. കോഴിയുടെ വയറ്റിൻ്റെ തൊട്ടാക്കുക. വറുത്ത് കോരി സാധനം നമ്മൾ ഉള്ളിയും തൊമരയും കൂടെ റെഡിയാക്കിയത് കോഴിയുടെ വയറ്റിൻ്റെ തൊട്ടാക്കുക. അത് നമ്മൾ കോഴിയുടെ വയറ്റിൻ്റെ അകത്ത് കയറ്റി പിന്നെ ഇത് വെള്ളം കയറാതെ ഒരു തയ്യൽ തയ്ക്കണം. സൂചി നൂലും എടുത്ത് തയ്ക്കണം. നമ്മൾ വെള്ളത്തിയിട്ട് പുഴുങ്ങുന്നതുകൊണ്ടേ അതിൻ്റെ അത് വെള്ളം കയറാതിരിക്കണം നമ്മൾ തയ്ക്കുന്നത്. നല്ലപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് 2 സൈഡും നമ്മൾ അത് അതിൻ്റെ അകത്ത് വയറ്റിനകത്ത് കയറ്റി റെഡിയാക്കി മന്തിക്കുള്ള. നമ്മൾ സ്റ്റവ് കത്തിച്ച് അരിയിടാനുള്ള വെള്ളം വയ്ക്കുക. അരിയിലുള്ള വെള്ളം വെച്ചാൽ അതിൻ്റെ അകത്ത് നമ്മൾ കോഴി ഒന്നിട്ട് പുഴുങ്ങി എടുത്തിട്ട് വേണം അതൊന്ന് ഫ്രൈ ചെയ്യണം. വെള്ളം ഒന്ന് അടച്ചു വെച്ചു തിളക്കട്ടെ. നമ്മൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടി കോഴിയെ എടുത്ത് അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ അകത്ത് നമ്മൾ ചെറുതായിട്ട് ഉള്ളി അരിഞ്ഞ് അതിൻ്റെ അകത്ത് തൊമര പുഴുങ്ങിയതും കൂടെ നല്ല ഗ്രാമ്പു, പട്ട, ഏലക്കയും കൂടെ പൊടിച്ച് ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് നല്ല ഫ്രൈ ചെയ്തെടുത്തു.
എടുത്തത് ഈ കോഴിയുടെ വയറിൻ്റെ അകത്ത് മൊത്തം കയറ്റി നമ്മൾ കോഴിയുടെ ചെവിടും മണ്ടയും തയ്ച്ച് വെച്ചിട്ട് ഇനി വെള്ളം അരിയിടാനുള്ള വെള്ളം വെച്ചിരുന്നത് അരിയിടാനുള്ള വെള്ളം വെച്ചിരിക്കുകയാണ്. ഈ വെള്ളം തിളയ്ക്കുമ്പോൾ ഈ കോഴി നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടൊന്ന് പുഴുങ്ങി എടുത്തിട്ട് പിന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്യും. വെച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇച്ചിരി പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലത്തിൻ്റെ പൂവാണ്, പിന്നെ ഇത്രയും പച്ചമുളക്, അതെല്ലാം കൂടെ നമ്മൾ ഇത് തുറന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടുക. അരിയിടേണ്ട വെള്ളമാണ്, അരി ഇടാനുള്ള വെള്ളം. അതിൻ്റെ അകത്ത് നമ്മളൊരു 2 സ്പൂണ് ഉപ്പിടുക. ഉപ്പിട്ട് മസാല കയറ്റി വെച്ചേക്കുന്ന കോഴി നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇടുക. വെള്ളത്തിലോട്ട് പുഴുങ്ങാൻ വേണ്ടി അതിൻ്റെ അത് കിടന്നൊന്ന് വേവട്ടെ. ഒന്ന് തിളച്ചൊന്ന് വെന്തോട്ടെ. കോഴി ഇട്ടേക്കുന്ന അടപ്പ് നമ്മളൊന്ന് പൊക്കാം. എങ്ങനെയുണ്ടെന്ന് കോഴി നല്ല അളിയും തിളയ്ക്കുന്നു. ഒന്ന് കമത്തിയിടാം. ഇച്ചിരി കിടന്ന് നല്ല വെന്ത് അങ്ങോട്ട് റെഡിയായി. നമുക്കിനി അവനെ ഇങ്ങോട്ട് എടുക്കാം. ഇനി നമ്മൾ ആ വെള്ളത്തിൽ തന്നെ ഈ അരി അങ്ങോട്ട് ഇടുക. ഇപ്പോഴത്തേക്ക് ആ കോഴിയുടെ വെള്ളമയൊക്കെ അങ്ങ് മാറിക്കിട്ടും. അരി അത് നല്ല വെന്തിട്ടുണ്ട്. ചോറ് അത് നമുക്ക് ഇനി നിന്ന് കോരാത്. കോഴി ഇതിൻ്റെ അകത്തോട്ടെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഫ്രൈ ചെയ്യും. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകും. ആ എണ്ണയെ നല്ല അടിപൊളിയായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നോക്കി നല്ല തിളയ്ക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ഈ കോഴിയെ എടുത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് ഇപ്പം നല്ല അതിൻ്റെ അതൊന്ന് ചെറിയൊന്ന് മുരിഞ്ഞാൽ മതി. വേവട്ടെ. ചരുവ് എടുത്ത് അടുപ്പിലോട്ട് വയ്ക്കാം. നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ വേണ്ട ഒരു 100 ഗ്രാം നെയ്യ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ആ നെയ്യ് കുറച്ച് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. റൈസ് അങ്ങോട്ട് ഇടാം. അടിപൊളിയായിട്ട് നമ്മളിന്ന് ഇപ്പോൾ അത് ജമ്മ് ചെയ്യുവാൻ ബാക്കി നെയ്യ് ഒഴിക്കും. അതിൻ്റെ ആ തോമരയും ഉള്ളിയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ചിടാം. ഉള്ളിയും തോമരയും കൂടെ ഒരു പ്രത്യേക നല്ല അടിപൊളി മണമാണ് ഇതിന്. ഇപ്പം നല്ല സൂപ്പർ മണം വരും. നമ്മളിതിൻ്റെ അകത്ത് പൈനാപ്പിളിൻ്റെ എസൻസിൻ്റെ ഒരടപ്പ് എടുക്കുക. ഒരടപ്പ് നമ്മൾ തിരിച്ച് ഇത് വേറെ നമ്മൾ ഇനിയിപ്പോൾ ഇതെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ 5-6 അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് കോരി അങ്ങോട്ട് ഇടുക. അതൊരു കളർ പോയുള്ള ആയിക്കോട്ടെ. ഇതിനി നമ്മൾ കഴിക്കാനുള്ളേ സലാഡ് ഉണ്ടാക്കുക. അതുകൊണ്ട് ഉള്ളി ഞാൻ അരിഞ്ഞ് കഴുകി വാരി വെള്ളം തോത്തി വെച്ചേക്കുന്നുണ്ട്. ഞാൻ്റെ കൂടെ ഈ തക്കാളിപ്പഴം അരിഞ്ഞത്, ഈ പച്ചമുളക് ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞത്, അത് ഇത്രയും ഇട്ടിട്ട് നമ്മൾ അതിനാവശ്യമായ ഇച്ചിരി ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് അതിനാവശ്യമായ ഉപ്പ് ഇടാം. ഉപ്പിട്ടൊന്ന് ഇളക്കി കരിയാപ്പില ഇട്ട് ഇളക്കി റെഡിയാക്കിയിട്ട്
അത് നമുക്ക് തൈര് ഒഴിക്കും. നമ്മൾ സലാഡ് ഉണ്ടാക്കി ഇതൊന്ന് ഇളക്കി ചോറൊന്ന് മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വേണ്ട അടിപൊളി പയറ് പോലെ കിടക്കുന്നു. തയ്ച്ച നൂലൊക്കെ അങ്ങ് പൊട്ടിക്കുക. ഒരു നൂലായി എൻ്റെ കഴുത്തിൻ്റെ അവിടെ ഉണ്ടോ ചോറും എന്താ ഇളകി നല്ല അടിപൊളി. എങ്ങനെയുണ്ട് സജി ചോദിച്ചു? അടിപൊളി അടിപൊളി സൂപ്പർ ടേസ്റ്റ്. നല്ല അഭിപ്രായമാണ്, ഒന്നുമില്ല. കാരണം ഒന്നുകൂടെ പറയാനുള്ളത്, നിങ്ങൾ വാങ്ങിക്കണം, ഉപയോഗിക്കണം, ഇതിൽ പങ്കുകൊള്ളണം. നല്ല അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. ആർക്കും കൊടുക്കാം, വിരുന്നുകാർ വരുമ്പോൾ വെച്ച് കൊടുക്കാം. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനിൽ ഒന്ന് അമർത്തുക. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. കഴിക്കട്ടെ.